നമസ്കാരം. അതാ നമ്മുടെ ഒരു വലിയ ആരാധകൻ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കിത് കാണാ. ഇത് കണ്ടോളി. എടാ കുറച്ച് ബ്രോ ബ്രോ ഒന്ന് പോയിട്ട് ഇംഗ്ലീഷ് പഠിക്ക്, എന്നിട്ട് പോരെ ഇങ്ങനത്തെ കൊണ കിട്ടിയതിന് എന്താ ഇത്രക്ക് ഷോ? ഡിയർ ഫ്രണ്ടേ, എടാ നിന്റെ ഡാഡിക്ക് ക്യാഷ് കൊടുത്തല്ല ഞാൻ ഇവിടെ യൂസ് ഉണ്ടാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ഞാൻ ഷോ കാണിക്കും. അല്ല നിന്റെ തന്തയ്ക്ക് പൈസ കൊടുത്തുണ്ടാക്കിയല്ല. എടാ നീ ആലോചിച്ച് നോക്ക്. നീ കുറച്ചും കൂടി വലുതായിട്ടൊരു കൊച്ചൊക്കെ ജനിച്ച് നീ ഒരു അച്ഛനായി മാറി. അപ്പൊ നിനക്ക് വല്ലാത്ത സന്തോഷം. നീ വല്ലാതെ ഷോ കാണിക്കുക. എന്റെ കൊച്ചു നിറങ്ങാൻ കാണിക്കുക. അപ്പൊ ഏതോരുത്ത നിന്നോട് ചോദിക്കാം, എടാ കൊച്ചുണ്ടായതാണ് നീ ഇത്രയൊക്കെ സന്തോഷിക്കുന്നത്? ഒരു കൊച്ചല്ലേ, കഴിവുള്ള ആർക്കും കൊച്ചുണ്ടാവും എന്ന് ചോദിച്ചാ നീ എന്ത് പറയും? പോയി വല്ല പണിയും നോക്ക്. ഇതിന്റെ പണിയാണോ? ഞാൻ എന്റെ പണി തന്നെയാ നോക്കുന്നത്. നീയല്ലടാ കണ്ടോണ്ട് ഡ്രീമിൽ പോയി ഞാൻ കുണയ്ക്കുന്നത്. നീയല്ലേ കുണയ്ക്കുന്നത്, അല്ല ഞാനല്ലല്ലോ. സോ ദിസ് ഈസ് മൈ ജോബ്. ഞാൻ എന്റെ പണി എടുക്കണേ. നീയാണ് കണ്ടോണ്ട് കടവണ ഉണ്ടാക്കണത്. വൈദ്യതേ കത്തുന്നുണ്ടല്ലേ? വല്ലാത്തൊരു ചൊറിച്ചില് മനസ്സിലും കൈക്കിലും ഒക്കെ ഇങ്ങനെ വല്ലാത്ത ചൊറിച്ചിലില്ലേ? പണ്ട് കളിയാക്കി ഒരുത്ത ഇപ്പൊ മെല്ലെ മെല്ലെ കുറച്ച് കേറി പോകുന്നതാണ്. ഇപ്പൊ ഒരു വല്ലാത്തൊരു ചൊറിച്ചില്. ചൊറിയുണ്ട്. മനസ്സിലായി. അച്ഛന്റെ അണ്ടിയുമ്പോ നോക്കിട്ടോ. നീ ഇപ്പം പറഞ്ഞ ഡയലോഗ് ഞാൻ തിരിച്ചവിടെ പറയുന്നത്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ നിനക്ക് തന്തയില്ല എന്നുള്ള കാര്യം എനിക്കത്. കാരണം നിനക്ക് തന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ നിന്റെ റിയൽ അക്കൗണ്ട് വന്ന് കുണക്കിയത്. പക്ഷെ നോ, നിനക്ക് ഫേക്ക് അക്കൗണ്ട് വന്നു കഴിഞ്ഞ് കുണയ്ക്കണം അല്ലേ? നിനക്ക് റിയൽ അക്കൗണ്ട് വന്നാൽ പേടി. അച്ഛനെ മെയിൻ അക്കൗണ്ട് വന്ന അമ്മയുടെ കൊച്ചു മകനും പിന്നെ ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് അച്ഛന്റെ കൊച്ചു ആണവുമായി നടക്കരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട്. ചുണ്ട് കടിച്ചു പിടിക്കുന്ന 3 വെള്ളത്തുള്ളികൾ. ഡെയിലി ഇവന്റെ തന്തയെ കാണുമ്പോൾ ഇവൻ ഇതാണ് അവസ്ഥ. നേരെ പോകും തന്തേന്റെ അടുത്ത്. നന്നായിക്കൂടെ മച്ചാനെ, നന്നായിക്കൂടെ. നിന്റെ ഇപ്പോഴത്തെ ഈ അപരാധങ്ങളൊക്കെ നിന്റെ തന്ത കണ്ട എന്തേക്ക് വിചാരിക്കാന്നറിയോ? വേണ്ടായിരുന്നു, തുടച്ച് കളഞ്ഞാ മതിയായിരുന്നു. അന്നേ ഈ അപരാധത്തിനെ ജനിപ്പിക്കണ്ടില്ലേ? ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കളഞ്ഞാൽ ഇത് കാണേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നോ ഭഗവതി? എന്നപ്പോ മച്ചന്മാരെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ. ഞമ്മള് പോവാണ്, നിങ്ങൾ പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.